ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമുക്കൊരിക്കലും പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. അതിന് കാടും മലയൊക്കെ താണ്ടി തന്നെ പോകണം. എന്താ ഇതുപോലെ என்கிட்ட பணம் இல்லையா, என்கிட்ட வீட்டில் ஒரு அரிசி இல்லையா, பக்கத்தில் இருக்கிற மாமன் மச்சின வீட்டில் போய் 10 பிடி அரிசி தூக்கிட்டு வந்து சாப்பிட்டுவேன். என்கிட்ட காசு இல்லை, மாப்பிள்ளை ஒரு 1000 ரூபா குடியா 2000 ரூபா குடியா உடனே கொடுத்துருவாங்க. മറുവാരം ഞാൻ കൊടുത്തിരുവേൻ, 10 നാൾ കഴിച്ച് ഞാൻ കൊടുത്തിരുവേൻ. ഇപ്പോഴത്തെ ഒത്തിരി ആഗ്രഹമുണ്ട് ഇവർക്കൊരു നല്ല സ്കൂള്, അതായത് ഈ പിള്ളേർക്കൊക്കെ പഠിക്കാനായിട്ട് നല്ലൊരു സ്കൂളും പിന്നെ ഇവർക്ക് വേണ്ട ബേസിക് സൗകര്യങ്ങൾ, ആശുപത്രി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ ചെറിയ രീതിയിലും ഇവിടെ ഉണ്ടാവണമെന്ന് ഇവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കണ്ടപ്പോൾ നമുക്കും ഒത്തിരി ആഗ്രഹമുണ്ട്. കൊടൈക്കനാലിൽ നിന്ന് 7 കിലോമീറ്റർ താഴേക്ക് ട്രെക്ക് ചെയ്യുമ്പം അവിടെ അതിമനോഹരമായ കുറേയധികം പ്രത്യേകതകളുള്ള ഒരു ഗ്രാമമുണ്ട്, വെള്ളഗവി. അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. ഇവിടെ വരാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡിൽ വെള്ളഗവിയിലെ യഥാർത്ഥ ജീവിതമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് അത് അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു 30 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റിവെക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വെള്ളഗവിയിലെത്തി ചെരുപ്പൊക്കെ ഊരിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി. 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ട്രെക്കിങ്ങിനൊടുവിൽ വെള്ളഗവി എത്തുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പകുതി ക്ഷീണം അങ്ങ് മാറും. എൻ്റെ മോനെ ചെരുപ്പൂരി കഴിഞ്ഞപ്പോണ്ടല്ലോ എന്നാ സുഖത്, കാലൊക്കെ ഒരുപാട് ചുമന്ന് ക്യാരറ്റ് പോലെ. ഇത് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഷൂ ഇട്ടിട്ടേ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ അള്ളിപ്പിടിച്ചല്ല ഇറങ്ങുന്ന കാല്. അപ്പോൾ അതാണ് മെയിനായിട്ട്. ഈ തള്ളവരിൽ രണ്ടത് പഴുത്ത്. അതായത് നമുക്ക് ഇനി നമ്മുടെ അണ്ണൻ്റെ വീട്ടിലോട്ട് പോവാം. லீவா ஸ்கூல் லீவா எங்க படிக்கிற? பாம்பரம். அங்கே ஸ்டே பண்ணி படிக்கிறியா? ஹாஸ்டலா? எவ்வளோ எத்தனை ஸ்டாண்டர்ட் அங்க போற? 10th. அது என்ன? இது குதிரைக்கு புல்லு. കുതിരയ്ക്കാ? സ്വന്തം കുതിരയ്ക്ക് ഇരിക്കാ? പേരെന്താണ്? വിഷ്ണു. വിഷ്ണു. ഓക്കേ. ഗ്രാമത്തിലേക്ക് കയറുമ്പോൾ തന്നെ ചെറിയ ചെറിയ വീടുകൾ നമുക്ക് കാണാൻ പറ്റി. കൂട്ടത്തിൽ മുരുകണ്ണൻ്റെ ഇളയ മകളെയും നമുക്ക് പരിചയപ്പെടുത്തി തന്നു. എങ്ക പോற? പേരെന്നാ? യോഗേശ്വരി. എത്ര ക്ലാസ്സിൽ പഠിക്കേ? 4th. ഇങ്ങ താനാ? നമ്മളിതേ മുരുകണ്ണൻ്റെ വീട്ടിലെത്തിയേക്കാണ്. ഇനി വീട്ടിൽ കയറി ചായ കുടിച്ചിട്ട് നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ കുത്തി വെക്കണം. കുത്തി വെച്ചിട്ട് വേണം ക്യാമ്പ് സൈറ്റിലോട്ട് പോകാനായിട്ട്. ഭയങ്കര രസമാണ് കേട്ടോ. ആൾക്കാരെല്ലാം നമ്മൾ ഭയങ്കര എന്താ ഒരു സപ്പോർട്ടീവ് മൈൻഡൊക്കെയാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെയാണ് നമ്മളെ കണ്ടിട്ട്. സാധാരണ ഈ ക്യാമറയും തൂക്കി നടക്കുമ്പോഴത്തേനും ഒരു നെഗറ്റീവ് മൈൻഡൊക്കെ നമുക്ക് കിട്ടാറുള്ളത്. മുരുകൻ്റെ വീട്ടിലോട്ട് കയറട്ടെ. ഹായ്, പേരെന്നാ? പത്മിനി. എவ்வளோ ക്ലാസ്സിൽ പഠിக்கிறേ? 5th. ഇങ്ങനെ തന്നെ നല്ല പഠിക്കുമ്പോൾ ഇത് ഉള്ളിൽ തന്നെയാണ്. ഉള്ളിലെ മണ്ണ മൂங்கிൽ பாம்போ இருக்குல்ல, அந்த அதான் இருக்குல்ல இந்த ஸ்டிக் மூங்கில் பாம்போவை செட் பண்ணி മുളച്ച് കെട്ടിയിട്ട് അതിന് മുകളിൽ കൂടെ മണ്ണ് ചളി വെച്ച് തേച്ച് പിടിപ്പിക്കും. മഴയൊന്നും പെയ്യുമ്പോൾ പ്രോബ്ലം ഒന്നും ഇല്ല. ഇത് ഒന്നും ആകാതെ ഒന്നും ആകാതെ സ്ട്രോങ്ങാ இருக்கும். குளிருக்கு டெம்பரேச்சர் நல்லா இருக்கும். പിന്നെ മറ്റേ ഇത് ഉണ്ടോ മുകളിൽ പണ്ട് ഓലയായിരുന്നു അത്ര, ഇപ്പൊ മാറ്റി ഷീറ്റൊക്കെ ഇവര് തലച്ചോന്നുണ്ടെന്നാണ് അവിടുന്ന്. ഒന്നിത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ പൂല. പണ്ട് എന്റെയൊക്കെ സിന്നതിൽ വീടും ഇവിടുതാണ്, മൺകട്ടതാണ്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നേ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചു പോകല്ലേ, ഒരു 2 ദിവസം താമസിക്കണം അല്ലേ? இது இங்க கிடைக்கிற காஃபி சேட்டா, black coffee. இத டேஸ்ட் பண்ணி பாருங்க. black coffee ஆ? ஆர்கானிக் black coffee. ஓ, இங்க தான் இங்கே ரெடி பண்ணி இங்கே வெச்சிருக்கோம். சூப்பர். குடிச்சு பாருங்க. சூப்பர். இங்க மில்க் கிடைக்காது. வெளிய இருந்து பாக்கெட் பால் தான் வாங்கணும். அதனால யாரும் வாங்க மாட்டாங்க. அக்கவுண்ட் பேர் என்ன? சித்ரா தான் ஒய்ஃப். ரெண்டு குழந்தையானே. ரெண்டாவது பொண்ணு யோகேஸ்வரி பேசுனீங்கல்ல, அதே மாதிரி இன்னொரு இருக்கும், சேமா இருப்பாங்க. ட்வின்ஸ் மாதிரி இருப்பாங்க. எவ்வளோ ஏஜ் டிஃபரன்ஸ் இருக்கு? ஒரு 1 இயர் வித்தியாசம். யோகேஸ்வரியும் வினோதினி. யோகேஸ்வரி எவ்வளவு கிளாஸ்ல படிக்கிற? யோகேஸ்வரி 4th, வினோதினி 5ஆம் கிளாஸ். 5ஆம் கிளாஸ். ஓ, இதுக்கு சேஷம்
கொடைக்கானல் வெளியே போகணும் இல்லை ரோடு இல்ல ரோடு வரும்னா ஆகும். இருந்தாலும் இது 1 வருஷம் 2 வருஷம் ப்ராசஸ் ஆயிடும். நம்ம அதுக்காண்டி கீழே தான் போய் செட் பண்ணணும். லைஃப் ഒക്കെ எப்படி இருக்கானே ഇവിടെ? இங்கே ஜாலியாக இருக்குது. இது இஷ்டப்பட்டு பண்ணுற லைஃப். இஷ்டப்பட்டுன்னு சொல்லியாச்சுல அதான். இது விட்டுட்டு எங்கேயும் போக முடியாது சேட்டா. போக முடியாது. சென்டிமெண்ட்ஸ் இருக்கு. சென்டிமெண்ட். இது பிறந்த ஊர். வேற ஊர்ல போய் நம்ம இந்த மாதிரிலாம் பண்ண முடியாது. அல்ல இப்போ நீங்க என்ன சொன்ன கீழே செட் பண்ணணும். எங்க கீழே பெரியகுளம். பெரியகுளம் வாக் கண்டிஷன்ஸா? இங்கேயும் ஒரு 9 கிலோமீட்டர் ட்ரக் பண்ணி கீழே போகணும். வாட்டர் ஃபால் இருக்கு. ஓகே. நேற்று நீங்க கூட இங்கே ஸ்டே பண்ண சொல்லி தான் உங்களை இப்படி கூட்டு வந்திருப்பேன். ஓகே. அக்கா உங்க ஊரு இங்க தானே? ஆமா இது. பெரியகுளம் போய் செட்டில் ஆகணும்னா அப்போ அங்கே வீடெல்லாம் ரெடி பண்ணணுமா? காசு செலவு இல்லையா? காசு செலவு தான். என்ன பண்றது? படிக்கணும்ல ஸ்கூல்ல. நம்ம தான் படிக்கல. பிள்ளைங்கள ஹாஸ்டல்ல போக முடியாதா? அது ஹாஸ்டல் இப்ப பண்ண முடியாது சேட்டா. முன்ன மாதிரி எல்லாம் இல்ல. இப்ப பைசா ஜாஸ்தியா இருக்கு. பைசா இல்ல, சேஃப்டி இருக்காது. நிறைய நியூஸ் பாக்குறோம் இல்லையா? நல்ல ஃபுட் கொடுக்க மாட்டாரு ஹாஸ்டல்ல. தலை ரொம்ப ஹாப்பியா இருக்கு எல்லாருமே ஹாப்பியா இருக்காங்க. இந்த எல்லாம் சின்ன பிள்ளைங்க எல்லாம் ஹாப்பியா இருக்காங்க. நீங்க சிட்டிக்குள்ள இப்படி பார்க்க முடியாது. வீட்டுக்குள்ளே வச்சு எல்லாமே பைசைக்கு தான் ஓடுது. சந்தோஷம் மത്സരം നടக்குது அங்க. இம்பார்ட்டன்ட் அல்ல. எல்லாருக்கும் பைசா தான் இம்பார்ட்டன்ட். ബന്ധങ്ങളും அதுதான் பெட்டர். கொஞ்சம் பைசா கம்மியா இருந்தாலும் சந்தோஷம் பெட்டர். இதே பெரிய பொண்ணு. தெரியுமா? தெரியலையா? எத்தனை மாட்டு நம்ம மீட் பண்ணோம் ஞாபகத்துல இல்லையா? வினோதினி என்னது இது கொஞ்சம் கஷ்டம். കൺഫ്യൂസ് பண்றாங்க. தெரியாது நமக்கு. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പിള്ളേരെ ഇങ്ങനെ വെച്ചോളാൻ പറ്റുമോ? ഒരു പേടിയായിരിക്കും. അവക്കാഡോ ഫ്രഷ് ഹോം മെയ്ഡ്. അവക്കാഡോ കൃഷി ഇവിടെ മെയിൻ ആണ്. விவசாயம் கேரளா இங்க இருந்து தானே போகுது. இது ஒரு வெரைட்டி சேட்டா. அங்க கிடைக்கிறது ஒரு வெரைட்டி. நீளமா இருக்கு. வேஸ்ட். இது பெங்களூர் வரைக்கும் போகுது. நிறைய வயிறு இருக்கு. உங்களை அந்த அப்பாதான். ஓகே சரி. ஓகே அப்படியே கேம்புக்கு போங்க. அப்படியே சூப்பர். அவன் சொல்ல மாட்டான். என்ன பேர் என்ன? சாத்தம்மாள். சாத்தம்மாள். അതിന് വരുവാ சொல்ல மாட்டேன். கொஞ்சம் സ്ട്രിക്റ്റ് പോലാം. ഇതേ മുരുകൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മളിനി ക്യാമ്പ് സൈറ്റിലോട്ട് പോകാൻ പോവാണ്. നമുക്ക് നമ്മളെ സഹായിക്കാനായിട്ട് ഒരു വലിയൊരു കൂട്ടാനെ കിട്ടിയിട്ടുണ്ട്. പേരെന്നാ? വൈരവാ പോലാമാ വാ. അവിടുന്ന് നമ്മൾ പരിചയപ്പെട്ട 2 പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ഈ വൈരവൻ. 11 വയസ്സിനടുത്ത് പ്രായമുള്ളെങ്കിലും ഒരു 25-കാരന്റെ കാര്യപ്പിടിപ്പുമാണ്. ரொம்ப சீரியஸா இருக்கு. எப்படி இருக்க? நல்லா இருக்கும். வருவா பயமா இருக்கு. வருவா உங்களுக்கு 1 ஹோல்டா இருக்குங்க. 1 பவரா இருக்கு. நீங்க தலை தானே? വിഷ്ണുതാ. കുതിരയ്ക്ക് തീറ്റ കൊടുത്ത വിഷ്ണു. ഓ ഇതാ വിഷ്ണുവിന്റെ കുതിര. വിഷ്ണു ഇവിടെ ഇരിക്ക്. വേറൊരു കാര്യം പറയാൻ മറന്നു. കുതിര കണ്ടപ്പോൾ ഓർത്ത് നമുക്കിവിടെ എത്താനായിട്ട് നടന്ന് മാത്രമല്ലാതെ കുതിരപ്പുറത്തും വരാൻ പറ്റും. അതെ വിഷ്ണുവിനൊക്കെ ഒരു കുതിര ഉണ്ടല്ലേ? കുതിര പേരെന്നെ? കുതിരയുടെ വെള്ളയാ. വെള്ളയാ. അപ്പോൾ നമ്മളാ വട്ടക്കനാലിൽ നിന്ന് കുതിരപ്പുറത്ത് കയറി വേണേലും ഇവിടെ എത്താൻ പറ്റും എന്നാണ് അതിൻ്റെ ഒരു വെപ്പ്. പെരിയകുളം. ഇവ പേരെന്നെ? കുതിര പേര് ക്യാമ്പ് കളറാണല്ലോ. ക്യാമ്പ് കളറാ.
எங்க போற வருவா கீழே வீட்டுக்கு எதுக்கு நிக்கு தூக்கடாது கம்பெனி தான் எதுக்கு போற ஆ வீட்டுக்கு உங்க ஃப்ரெண்ட்ஸ் யாராலும் வேண்டையா கீழே இருக்காங்க எப்பா நைட்டு பஜனையில பார்க்கலாம் ஆ சூப்பரா இருக்கா பச்சனா முழு ஆൾക്കാർ இருக்கா பஜனை அப்போ நிறைய பேர் வருவாங்க ஓகே கீழே வரேன் ஆ ஓகே பை 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 ദേ നമ്മളങ്ങനെ ക്യാമ്പ് സൈറ്റിലെത്തി 6:38 പക്ഷെ ഭയങ്കര ഇരുട്ടി ഒരു ഫീലൊക്കെയാണ് ഇവിടെ സംഭവം നൈസ് അറ്റ്മോസ്ഫിയറാണ് കാവൽക്കാരനായിട്ട് നമുക്ക് വാതിക്കലൊരു കുതിരയൊക്കെ ഉണ്ട് ഇന്ന് നമ്മളിവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഗസ്റ്റായിട്ട് വേറെ ആരും ഇല്ല എന്നാ തോന്നുന്നത് അടിപൊളി അല്ലേ പക്ഷെ വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ ഒരു മീഡിയം തണുപ്പേ ഉള്ളൂ മീഡിയം തണുപ്പേ ഉള്ളൂ പക്ഷെ നമുക്ക് ബോണസ് ആയിട്ട് സാധനം കിട്ടിയിട്ടുണ്ട് അമീനെ നീ അത് കേട്ടായിരുന്നോ ഇവിടുത്തെ അമ്പലത്തിൽ ഇന്ന് ഭജനയാന്ന് പറഞ്ഞു ഭജന എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മൾ നാട്ടിൽ കൂടുതൽ കണ്ടേക്കുന്നത് ശബരിമലയ്ക്കൊക്കെ പോകാൻ നേരത്ത് അങ്ങനെ ആ സംഭവങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത് ഇപ്പോൾ ഈ ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അവിടെ എല്ലാവരും ഒത്തുകൂടും അപ്പോൾ അതും കൂടെ നമുക്ക് എടുത്തിട്ട് ഇന്ന് രാത്രി കിടക്കാം അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ആ പരിപാടിയിൽ പോവാം നമ്മൾ ഫ്രഷായിട്ട് ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞത് ഭജനയുടെ കാര്യം അപ്പോൾ ഭജന അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കിനും സംഭവമൊക്കെ തുടങ്ങിയായിരുന്നു പിന്നെ നമുക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റിയില്ല അപ്പോൾ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് എന്തോ പ്രസാദവും കാര്യങ്ങളൊക്കെ തേച്ചു എന്തോ മുഖത്തൊക്കെ തേച്ചിട്ടൊക്കെ കടലയും ചെയ്തു അപ്പോൾ കുറച്ച് ആൾക്കാരുള്ളൂ ഇവിടെ അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒറ്റക്കല്ലിൽ തീർത്ത ഒരു സ്തൂപമുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ. എല്ലാ വർഷവും കാർത്തികയ്ക്ക് അതിൻ്റെ മുകളിൽ ഒരു വിളക്ക് കത്തിക്കും. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവരുടെ ആഘോഷങ്ങൾ. എന്നാണിത്? ഇത് സക്കര പൊങ്കലാണ് ഇത്രേ. ഈ ഭജന എല്ലാ ദിവസവും ഉണ്ടാവും ഇപ്പൊ പറഞ്ഞല്ലോ, ഈ മാസം മൊത്തം.
അപ്പോൾ ആ ഭജന കഴിഞ്ഞിട്ട് എല്ലാ ശനിയാഴ്ചയും മാത്രമാണ് ഈ പ്രസാദം കൊടുക്കുക. ചക്കരപ്പൊങ്കൽ. ചക്കരപ്പൊങ്കൽ സുണ്ടൽ ചക്കരപ്പൊങ്കൽ സുണ്ടൽ. അങ്ങനെ ഭജനയൊക്കെ കൂടി തിരിച്ച് നമ്മൾ ക്യാമ്പ് സൈറ്റിലെത്തി ഫുഡൊക്കെ കഴിച്ച്. പിന്നെ ഈ വെള്ളകവിക്കാർക്ക് വേറൊരു ദുശീലമുണ്ട്, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ദുശീലം. ഇവരൊക്കെ ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങും, എന്നിട്ട് വെളുപ്പിനെ എണ്ണിക്കും. അതാണ് ഇവിടുത്തെ ജീവിത രീതി. ഗുഡ് മോർണിംഗ്. നേരെ കോലത്ത് സൺറൈസിന് അധികം ഭംഗിയൊന്നുമില്ല. കാര്യം എന്താ വെച്ചാൽ നല്ല മേഘമൊക്കെ ആയതുകൊണ്ട് വലിയ ഭംഗിയില്ല. പക്ഷേ ഈ സ്ഥലത്തിന് നല്ല ഭംഗിയുണ്ട്. നമുക്കത് മാക്സിമം ഒപ്പിയെടുക്കാം. പൊക്കട്ടെ, വാ. കൊളുക്കുമലയും മീശപ്പുലിമലയൊക്കെ പോലെ തന്നെ വെസ്റ്റേൺ ഘാട്ടിലെ മനോഹരമായ സൺറൈസ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വെള്ളഗിരി. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് യോഗം ഇല്ലാത്തതുകൊണ്ട് അന്നത്തെ ക്ലൈമറ്റ് കുറച്ച് മോശമായിരുന്നു. പിന്നെ ഈ ടെന്റ് ക്യാമ്പിന്റെ ഡീറ്റെയിൽസ് കൂടെ ഒന്ന് പറയാം. 25ഓളം പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. അറ്റ് എ ടൈം 1700 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. അതിൽ 3 നേരത്തെ ഫുഡും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നിങ്ങൾ വരുമ്പം ഇവിടെ എത്താനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡിനെയൊക്കെ അറേഞ്ച് ചെയ്ത് തരും. അതിന് വേറെ സ്പെഷ്യൽ ചാർജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നടക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുതിരപ്പുറത്ത് വരാൻ പറ്റും. അതിന് 600 രൂപയാണ് ഒരാൾക്കെന്നാണ് പറഞ്ഞത്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ബാത്റൂം ഒക്കെ കോമൺ ആണ്. പിന്നെ ഭജനയൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴാണ് വേറൊരു സെറ്റ് ഗസ്റ്റ് വന്നത്. തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള കുറച്ച് ഫ്രണ്ട്സാണ്. മുരുകണ്ണൻ്റെ ഈ ഓൾഡ് കൊടൈ കഫേ അല്ലാതെ വേറെയും ഇവിടെ 2-3 ടെൻറ്റ് സ്റ്റേകളുണ്ട്. പക്ഷേ സൺറൈസ് വ്യൂ ഒക്കെ ഇവിടെയാണ് ബെറ്റർ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഇവിടെ ഫില്ലാണെങ്കിൽ മുരുകണ്ണൻ തന്നെ അപ്പുറത്തുള്ള ക്യാമ്പുകാരോടൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് സ്റ്റേ സെറ്റാക്കി തരും. പിന്നെ കുറച്ച് ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അയ്യോ സൂപ്പറാണ്. മുരുകണ്ണ ചേട്ടാ சொல்லுங்க. എவ்வளோ வருஷம் ஆச்சு? இது ஒரு 12 வருஷம் ஆகும் கேட்டா. 12 years. 12 இயர்ஸா? இந்த பிளேஸ் தானே? இது இல்லை, நமக்கு வில்லேஜ் இன்சைடு ஒரு பிளேஸ் இருந்துச்சு. நீங்கள் சபரி சேட்டா வரும்போது ஒரு வீடியோ போட்டு வரலாம். ഓക്കെ ഓക്കെ ഓക്കെ. ശബരി ട്രാവലർ വന്നായിരുന്നു, പുള്ളിയുടെ വീഡിയോ ഫസ്റ്റ് ഇവിടെ. അന്നേരം വില്ലേജുക്കുള്ളിലല്ലേ? அப்போ அங்கே தான் பண்ணியிருந்தேன். அப்போ வியூ பாயிண்ட்னு சொல்லிட்டு இந்த இடம் அப்படி சேஞ்ச் பண்ணி கொடுத்தாச்சு. ഓക്കെ ഓക്കെ ഓക്കെ. நிறைய ஃபாரினர்ஸ்லாம் வர ஆரம்பிச்சிட்டாங்க. 12 വർഷമായിട്ട്. അപ്പോൾ ഭയങ്കര പോപ്പുലറായ സ്ഥലമാണ്, നമ്മളിപ്പോഴാണ് അറിയുന്നത്. മീൻ നിനക്ക് കുറച്ച് നേരത്തെ പറയാം കേട്ടോ. ഞാനും ഇപ്പോഴാണ് ഇവിടുത്തെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നോണ്ട് പറയുന്നല്ല, മെയിൻ പ്രത്യേകത വെച്ചാൽ ഫുഡ് അണ്ണൻ്റെ വൈഫാണ് കുക്ക് ചെയ്യുന്നത്. അടിപൊളി സംഭവമാണ്, ഒരു രക്ഷയില്ല. ഇന്നലെ വൈകിട്ടത് ബിരിയാണി ഒക്കെ ഉണ്ടല്ലോ, പൊളിയായിട്ട് വന്നു. രാവിലെ ഇടിയപ്പവും ചമ്മന്തി, വെറൈറ്റി കോമ്പിനേഷൻ. അവിടെ എന്തെങ്കിലും പറയാനുള്ള സാധനം അല്ല, വെടിച്ചില് പരിപാടിയാ. ഏതാ വെടിച്ചില് പരിപാടിയെന്ന് പറയാം. അല്ല, ഭയങ്കര ഹോംലി ആൻഡ് മിനിമം ഫുഡല്ലേ, ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ഇപ്പം ഇടിയപ്പായാലും ഭയങ്കര സോഫ്റ്റാണ്. ഇന്നലത്തെ എന്തായിരുന്നു, ടൊമാറ്റോ റൈസ്, ചപ്പാത്തിയൊക്കെ തന്നെ ചപ്പാത്തിയാണോ. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ അതിൽ ഇതിലെല്ലാം പാറി പറക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം വരാനായിട്ട്. എന്നാൽ ഇത് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അത് കൊടൈക്കനാൽ, ഇത് പെരിയകുളം. ഈ 2 സ്ഥലത്തു നിന്ന് ഇവർക്ക് വരാൻ പറ്റുള്ളൂ. പെരിയകുളത്ത് 9 കിലോമീറ്റർ ഉണ്ട് ഇവിടം വരെ എത്താനായിട്ട്. അപ്പോൾ കുറച്ച് അധികം സമയം എടുക്കും. ഇവിടെ നിന്നാണെങ്കിൽ 6 കിലോമീറ്റർ. അപ്പോൾ കൂടുതൽ ആൾക്കാരും കൊടൈക്കനാലിൽ നിന്നായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ഈ പെരിയകുളത്ത് കുറേ പിള്ളേർ പഠിക്കുന്നൊക്കെ ഉണ്ട്, അപ്പോൾ അവർ ഈ വഴി പോകും. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പം മോർണിംഗ് വ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കുറച്ച് മൂടിയൊക്കെ നിൽക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ വില്ലേജിലോട്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ്. തിരിച്ച് ക്യാമ്പ് സൈറ്റിലോട്ട് വരേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഷൂ ഒക്കെ ഒരു കൈ പിടിച്ച് ഞങ്ങൾ വില്ലേജ് ലക്ഷ്യമാക്കി നടന്നു. அவக்காடு மரம் காயாக இருக்குது பாருங்கள். அது இனி டிசம்பர் வரைக்கும் வெயிட் பண்ணணும், அது ரெடியாக இருக்குது. വേറെ എന്തെങ്കിലും ഇരിക്കുക? അവക്കാടോ അല്ലാതെ? அவக்காடெல்லாம் ஆரஞ்சு கேட்டா. ഓറഞ്ച്. ആ, இதெல்லாம் ஆரஞ்சு ഇപ്പോൾ സീസൺ അല്ലേ? இப்போ சீசன் இல்லை. இது காட்டன். കോട്ടണാ? இது பெரிய കോട്ടൺ ഭംഗി.
ഒരു ഡിസംബർ ജനുവരി സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ അവക്കാഡോയും ഓറഞ്ചും ഒക്കെ പാകമായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ അധികം കോവിലുകളുണ്ട്. ചെറുതും വലുതുമായ പല പ്രതിഷ്ഠകളുള്ള കുറേ അധികം കോവിലുകൾ. ഈ കോവിലുകളൊക്കെ ഈ വില്ലേജുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡാണ്. ஐயோ எங்கே இருக்கிறீங்க அங்கே மேலே வட்டக்கானல்ல വട്ടക്കനാലിന് പൈപ്പ് ഇട്ടിട്ട് വരുന്ന ടാങ്കിലല്ലേ? ഗവൺമെന്റ് இங்க குடிக்கிறதுக்கு வேற தண்ணி இல்லையா? குடிக்கிறதுக்கு இந்த தண்ணி தாங்க இந்த தண்ணி தானா? கிணத்துல ஊத்து தண்ணி வேற இருக்கு, கிணத்துல போய் எடுத்துட்டு வரணும். எங்களை போட்டா எடுத்துட்டு போய் என்ன செய்ய மாட்டீங்க? போட்டோ எடுக்கிறாங்களாம். என்ன இந்த போர்டൊക്കെ வச்சிருக்கு? வேற எதுவுமே வீட்டில் பார்க்கல. ഒരു സിഗ്നേച്ചർ വേണമല്ല. ഇതാവത് 98 പണിതതാ വീട്. 98 எனக்கு 5 வயசு இருக்கு. மச்சனே மச்சினா மச்சனா தங்கச்சியை கூப்பிட்டு. ஓ உங்களோட தங்கச்சி தான் அழியன். அக்கா பேரோடு போடல. ഇവിടെ ഇതുപോലെ നമുക്ക് ഏത് വീട്ടിലോട്ട് വേണേലും എപ്പോൾ വേണേലും കയറി ചെല്ലാം. ആർക്കും ഒരു പ്രശ്നമില്ല. വേണമെങ്കിൽ ഫുഡും കഴിച്ച് ചായയും കുടിച്ചിട്ട് വേണേലും ഇറങ്ങിപ്പോവാം. നമ്മൾ ഈ വഴി കൂടെ എല്ലാം നടന്നല്ലോ. ഒരു വീട്ടിൽ നിന്ന് പോലും ഒരു ഹായോ അല്ലെങ്കിൽ ഒരു ചിരിയോ കിട്ടാത്ത വീടുകളേ ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇവിടെ മാത്രം കാണാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ആയിട്ടാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ്മാനൊക്കെ അങ്ങ് എന്താ വരുന്നത്? ഇവിടെയുള്ള ആളാ? ഓ, ഇവിടെയുള്ള ആള് ഇവിടുന്ന് എഴുത്തെടുത്തിട്ട് കൊടൈക്കനാലോ അതോ താഴെയോ തേനിയാ? ഓക്കെ, ഡെയിലി പോകും. ഓ, ഡെയിലി അപ്പോൾ ഇവിടുന്ന് എഴുത്തൊക്കെ എടുത്തിട്ട് കൊടൈക്കനാൽ പോയിട്ട് അവിടെ നിന്നുള്ള സാധനം എടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന്. പിന്നെ വെള്ളഗവിയെ പറ്റി കൂടുതൽ നമുക്ക് പറഞ്ഞുതരാൻ പറ്റുന്നത് 74 വയസ്സുള്ള മുരുകണ്ണൻ്റെ ഈ അച്ഛനാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ അദ്ദേഹത്തെ കൂട്ടി ഇന്നലെ നമ്മൾ വന്ന ആ ഭജനമഠത്തിലെത്തി. தாத்தா முதல் முடியா சொல்லுங்க, ഇവിടെ ആരും செருப்பு போடலையா? அது என்ன? வணக்கம். இந்த ஊரில் வந்து 24 கோயில் இருக்கு. ஓகே, 24 கோயிலில் 54 நாள் வருஷத்தில் விசேஷம். ஒரு வருஷத்தில் 24 கோவிலில் 54 நாள் விசேஷம் இருக்கும். ஓகே, அதனால் இந்த பூமியை வந்து நாங்கள் கடவுளாக மதிக்கிறோம். ஓ ஓகே, இந்த ஊரை கடவுளாக மதிக்கிறோம். அது ஒன்று, அந்த கோயில் இருக்கிறது ஒன்று. ஏன்னாக்கா இங்கே வந்து பேரிடர் சொல்கிறாங்கல்ல, மலைச்சரிவு, கல் வர்றது, தண்ணி வர்றது, அதெல்லாம் இந்த ஊரில் எப்பயுமே கிடையாது. அதனால ஊரை கடவுளாக മതിக்கிறோம். ഓ, അതായത് ഈ നാടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലേ ഈ കോവിലുള്ള സ്വാമിമാരാണ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഇവിടെ ഒരു 24 കോവിലുണ്ട്. കോവിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ചെറിയ ചെറിയ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ ഒരു ഈ ഒരു ഭൂമിയെ ദൈവമായിട്ടാണ് കരുതുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ ചെരുപ്പൊന്നും ഇടാതെ എല്ലാവരും നടക്കുന്നത്. അപ്പം ഈ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ശ്രദ്ധിച്ചായിരുന്നാൽ മനസ്സിലാവും, അവിടെ ഒരു കോവിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ കോവിലിൻ്റെ അവിടെ തൊട്ട് നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ അവിടുത്തെ ഒരു കോവിലുണ്ട്. അവിടം വരെ നമുക്ക് ചെരുപ്പിടാൻ പറ്റത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ ഗ്രാമത്തിൽ ആരും ചെരുപ്പിടത്തില്ല. അതാണ് അതിൻ്റെ പുറത്തെ കഥ. ചേട്ടാ, വേറൊരു ചോദ്യം എന്നാ വെച്ചാൽ, ഈ പ്ലേസിക്ക് ഓൾഡ് കൊടൈന്ന് പേര് ഇരിക്കില്ല, പഴയ കൊടൈക്കനാൽ, അത് ഏதாவது സ്റ്റോറി இருக்கா? அதுக்கு பழைய கொடைக்கானல்னால் கொடைக்கானல் தோன்றுவதற்கு முன்னாடி தோன்றின கிராமம் இந்த கிராமம். ஓ, கொடைக்கானல் தோன்றுவதற்கு முன்னாடி அந்த கொடைக்கானலை கண்டுபிடிக்கிறதுக்கு உறுதுணையாக இருந்தது இந்த ஊருக்காரரு. வெள்ளைக்காரன் வாடுங்கிற வெள்ளைக்காரன் வந்து இங்கே தங்கி இருந்தது. கொடைக்கானலில் போய் பார்க்க போனவர். அவங்க வந்து அப்புறம் அவங்க நாட்டு பிரிட்டிஷ்காரை கொண்டு வந்து அங்கே குடியமர்த்திட்டாங்க. ஆனால் எங்களுக்கு பின்னாடி தோணுன 350-400 வருஷத்துக்கு முன்னாடி இருந்த ஊர் இந்த ஊர். ஆனால் எங்களுக்கு பின்னாடி வந்த 178 வருஷம்னே ஆகுது கொடைக்கானல். இன்னைக்கு 178 வருஷம்னே ஆகுது.
அதனுடைய வளர்ச்சி வந்து கோடிக்கணக்க மடங்கு அதிகம் ஆயிடுச்சு. ஆனால் எங்களுது அப்படியே இருக்குது. പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 400 വർഷമൊക്കെ പഴക്കമുള്ള ഒരു ഗ്രാമമാണ് ഈ പഴയ കൊടൈ അല്ലെ വെള്ളഗവി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കൊടൈക്കനാൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ ഗ്രാമം ഉണ്ടായിരുന്നു. 178 വർഷമായിട്ടുള്ള കൊടൈക്കനാൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടെന്നാണ് താത്ത പറഞ്ഞത്. അപ്പോൾ പണ്ട് സായിപ്പന്മാർ ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഈ മല കയറിയാണ് കൊടൈക്കനാലൊക്കെ പൊക്കോണ്ടിരുന്നത്. പിന്നെ അതിലൊരു സങ്കടകരമായ കാര്യം കൂടെ പറഞ്ഞായിരുന്നു. കൊടൈക്കനാലിന് ഒത്തിരി വളർച്ചയുണ്ട്, ഒത്തിരി റിസോർട്ടും കാര്യങ്ങളെല്ലാം വന്നു, പക്ഷേ ഇവിടെ ഇവർക്ക് വഴി പോലും ഇല്ല. അത് ശരിക്കും ഒരു സങ്കടകരമായ കാര്യമാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും ചർച്ചകളൊക്കെ നടന്നിട്ടിരുന്ന ഗവൺമെൻറ്റുമായിട്ട്? എന്താ வழி விஷயம் பாதைகளை வந்து இப்படியே நம்ம இந்த ரோடு இல்லாமல் பாதை இல்லாமல் இருந்தோம்னாக்கா ரொம்ப கஷ்டப்படுவோம். பின்னாடி நம்ம சந்ததிகள் ரொம்ப கஷ்டப்படுதுன்னு சொல்லி நாங்களாக ரோடு வெட்ட ஆரம்பித்தோம். பொதுமக்களாக ஓரளவு காசெல்லாம் செலவு வச்சு பாதி வரைக்கும் ரோடை கொண்டு வந்துட்டோம். இப்போ வந்து அரசாங்கம் நாங்கள் எடுத்து செய்கிறோம் அப்படின்னு சொல்லி முன்னுக்கு வர்றாங்க. தாராளமாக செய்யிட்டோம், வந்து செய்து ரொம்ப சந்தோஷம். അതായത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇവിടെ കാര്യമായിട്ടുള്ളൊരു സംഭവങ്ങൾ ചെയ്തിട്ടില്ല. അതായത് ഇവർ തന്നെ പൈസ പിരിച്ച് ഇവിടെ വരുന്ന ഗസ്റ്റുകളിൽ നിന്നും ബാക്കിയുള്ളവരിൽ നിന്നും പിന്നെ ഇവിടെയുള്ള ആൾക്കാരിൽ നിന്നൊക്കെ പൈസ പിരിച്ചിട്ട് ഇത്രയും 36 ലക്ഷം രൂപ പിരിവെടുത്തിട്ടാണ് നമ്മൾ ഇന്നലെ വന്ന വട്ടക്കനാലിൽ നിന്ന് ആ പകുതി വരെയുള്ള റോഡ് വെട്ടിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഭരണാധികാരികൾ വന്നിട്ട് ബാക്കിയുള്ള പണികൾ അവർ ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി അറിയത്തില്ല, എങ്ങനെയാണ് കൺഫർമേഷനോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതൊക്കെ ഇവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളുടെ പഠനത്തിന് ഇവിടെ സ്കൂൾ ഇരിക്കില്ല. 5ാം ക്ലാസ് മട്ടം ഇருக்கு. 5ാം ക്ലാസ് വരെ സ്കൂളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പഠിക്കണമെങ്കിൽ ഒന്നെങ്കിൽ പെരികുളം പോലെ തേനി കൊടൈക്കനാൽ. അതായത് കുട്ടികൾ ഇവിടുന്ന് ഔട്ടായി പോവാണ്, പുറത്ത് പോയി പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അപ്പം ഫാമിലി ആയിട്ടൊക്കെ മാറി നിന്ന് അങ്ങനെ പഠിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ചില കുട്ടികളെയൊന്നും പഠിക്കാൻ വിടാത്തൊരവസ്ഥകൾ വരെ ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയാണ്. 5ാം ക്ലാസ് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട്, അതായത് 5ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പഠിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് കുറേ കുട്ടികൾ ഇവിടെ ബ്ലോക്കായി പോയിട്ടുണ്ട്. അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞാലും തോന്നുന്നു, പെൺകുട്ടികളെയൊക്കെ പുറത്ത് വിട്ട് പഠിപ്പിക്കുന്നതിലൊക്കെ ചെറിയ പേടിയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. ഇവർക്ക് ഓടി ചെല്ലാനും ആക്സസ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. നമ്മൾ ഈ വന്ന വഴിയെല്ലാം നടന്ന് കയറി വേണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകാനായിട്ട്. അപ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ടിലൊക്കെയാണ് ഇവർ. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടാണ് അല്ലേ നിങ്ങൾ ഈ ബുദ്ധിമുട്ടെല്ലാം? புரியல. சந்தோஷம் தானே இங்கே? சந்தோஷம். நான் பிறந்த ஊர், இந்த ஊருடைய தாய் வீடு மாதிரி, தாய் மாதிரி இந்த ஊரை மதிக்கிறோம். அதில் இந்த சந்தோஷம் மாற்று கருத்தே கிடையாது. வேற நாட்டுக்கு போகலையா? போகாது. தாயூர் இதுதான் எங்கள் வாழ்க்கை, எங்கள் முன்னேற்றம், எங்கள் வருங்கால சந்ததிகள் எல்லாருமே இங்கே தான் இருப்பாங்க. ஆமாம், இதை விட்டு வெளியே போக மாட்டோம். சென்டிமெண்ட் சந்தோஷமாக இருக்கும், மன நிறைவாக இருக்கும். இங்கே ஏதாவது பிரச்சனைகளொന്നും இல்லையா? சண்டை போகிற பிரச்சனைகளொന്നും இல்லையா? வரும், சண்டை வரும். காலையிலே எல்லாம் சமாதானம் ஆயிடும். നമ്മുടെ നാട്ടിലെ പോലെ അയലോക്കാരെ തമ്മിൽ മിണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവോൾവ് ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടാണ്. പിന്നെ എല്ലാവരും ഒരു കുടുംബക്കാരൊക്കെയാണ് അല്ലേ? എല്ലാം സ്വന്തക്കാർ തന്നെ. അപ്പോൾ കല്യാണം കഴിക്കുന്നതെല്ലാം സ്വന്തം. ഇங்கேயும் കഴിപ്പോൾ மேல்மலை பூம்பாறை, மணம்னூர், கவுஞ்சி, போலூர், கிளாவரை, பூண்டி, இந்த ஏரியாவில் 8 ஊர். இது வந்து அப்பர் ஹில்ஸ். லோயர் ஹில்ஸ் வந்து திருமாமலை, தாண்டிக்குடி, பண்ணக்காடு, மங்களங்கொம்பு, ஆடலூர், பன்றிமலை, பாச்சலூர், இந்த பக்கமும் எடுத்துக்குருவோம், கொடுத்துக்குருவோம். மொத்தம் எவ்வளோ ஃபேமிலி இருக்குங்க வெள்ளையிலையா? 436 பேர் இருக்கோம். 436 പേർ இருக்கോ? ഓ, 120 കുടുംബം. 120 കുടുംബത്തിൽ 436 പേരുണ്ട്. ഒമ്പോ, അത്ര ആളുകളുണ്ടല്ലേ. വേറെ ഹോസ്പിറ്റൽ കേസൊക്കെ വന്ന എന്താ? ஆஸ்பத்திரி வசதி வந்து சாதாரணமான தலைவலி, மண்டவலி இதெல்லாம் வரும். பெரியதா மேஜராக எதுவும் வராது. வந்தால் என்ன செய்வேன்? வராது, கடவுள் நம்பிக்கை இருக்கு. எதுவுமே வராது. கொரோனாவே எங்களை தொடல. அப்புறம் எப்படி வேற எதுவுமே எங்களுக்கு வைரவ சாமியும் 12 சாமியும் எப்பயும் கைவிடாது. ഭയങ്കര വിശ്വാസമാണ് ഈ ഒരു
സ്ഥലത്തോട് ഇവർക്ക് ഭയങ്കര ഒരു വിശ്വാസമാണ്. ഇവിടുത്തെ കോവിലുള്ള കടവുകളൊക്കെ ഇവരെ അത്രയ്ക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. കൊറോണ പോലും തൊട്ടിട്ടില്ല. അത് ഞാൻ ഇപ്പോൾ അറിഞ്ഞു. ஓகே. அப்போ டெலிவரி பிரசவம் ஓகே இல்லையா, அதுக்கு என்ன செய்வீங்க? முன்னாடி 10 வருஷத்துக்கு முன்னாடி அரசாங்கம் வந்து வீட்டில் பார்த்துக்கலாம்னு சொல்லி ஒரு சட்டம் போட்டிருந்தாங்க. ஓ, முன்னாடி நடைமுறையில் இருந்தது. ஆனால் இப்போ இடைக்கால அரசு வந்து அதெல்லாம் எந்த பிரசவம் வீட்டில் பார்க்கக்கூடாது, ஆஸ்பத்திரிலையும் பார்க்கணும் ஒரு சட்டத்தை போட்டாங்க. அதனால நாங்கள் அந்த செக்கப் பண்ணுறது எல்லாத்தையுமே கூட்டு போய் செக்கப் பண்ணிட்டு வந்துட்டு 7வது மாதம் அவங்கள இங்கேருந்து அழைச்சிட்டு போய் பெரியகுளத்துலையோ காணாவிளக்குலையோ திண்டுக்கல்லையோ ரூம் எடுத்து வீடு எடுத்து அவங்கள நிப்பாட்டி அங்கே பிரசவம் பார்த்துட்டு திரும்ப 1 மாதம் 2 மாதம் ரெஸ்ட் எடுத்துட்டு கூப்பிட்டு வந்துடுவோம். അപ്പോൾ ഈ ചെക്കപ്പ് പോകുന്നതൊക്കെ നടന്നു தான் போகணும். ഓ, ഏதாவது പ്രോബ്ലംസ് ഒന്നും ഇല്ല? எதுவுமே வராது கடவுள் நம்பிக்கை. ഓക്കെ, ഞാൻ കുറച്ച് നേരം ഇവിടെ നടന്നു കാണാം. എന്നെ தெரியுமா? தெரியாதா? അയ്യോ, എടാ ഇമാർക്ക് എന്നെ അറിയത്തില്ലെന്ന്. தெரியாதா? எந்த மாதிரி இருக்கு? தெரியலையா? என்ன தெரியலையா? யாருக்கும் அறியத்தில்லடா. ஐயோ, வா. ஸ்கூல் எங்க இருக்க? அங்கே தானா? குறை இருக்கா நடக்கிறதுக்கு? பக்கத்து தானா? பெருசாகும்பம் 6ஆவா போகிறேன். பெருசாகும்பம் ഡോക്ടറാ, നേഴ്സാ, എഞ്ചിനീയറാ, പിന്നെ പോലീസാ? അപ്പോൾ ഇതാണ് ഇവിടെ ആകെയുള്ളൊരു സ്കൂള്. ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 5ാം ക്ലാസ് വരെ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നാട് വിട്ട് പോകണം പിള്ളേർ പഠിക്കണമെങ്കിൽ. അതൊരു ഭയങ്കര ഒരു ദുരവസ്ഥയായിട്ടാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കൂള് ഒരു 8ാം ക്ലാസ് വരെയിലൊക്കെ ആക്കി കിട്ടുവാണെങ്കിൽ ഇവർക്കത് വലിയ ഉപകാരമായിരിക്കുമെന്ന് ഈ നാട്ടുകാർ പറയുന്നത്. കാര്യം 5ാം ക്ലാസ് കൊണ്ട് പഠിത്തം നിർത്തുന്ന ഒത്തിരി കുട്ടികളുണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ ഈ ഫാമിലൊക്കെ പണിക്ക് പോവുക, അങ്ങനെ അവരുടെ ജീവിതം ആ ഒരു രീതിയിലേക്ക് മാറിപ്പോകുന്നുണ്ട്. പക്ഷെ ഇവർക്ക് പേരൻസിനൊക്കെ ഇവരെ പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ സിറ്റുവേഷൻ അതാണ്. പഠിക്കണ്ടേ നിങ്ങൾക്ക്? പോലീസ് എന്തേ? പോലീസ് എങ്കിൽ പോലീസ് ഇങ്ങനെ തന്നെ പോലീസ്. இந்த ரிமோட்டில் தான் இந்த ஃபோன் கனெக்ட். ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്കൊരിക്കലും പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. അതിന് കാടും മലയൊക്കെ താണ്ടി തന്നെ പോകണം. എന്താ ഇതുപോലെ. இங்கே ஒரு சங்கடமான காரியம் ஏதாவது இருக்கா இங்கே? இல்லை, வராது. எல்லாரும் சந்தோஷம். என்கிட்ட பணம் இல்லையா, என்கிட்ட வீட்டில் ஒரு அரிசி இல்லையா, பக்கத்தில் இருக்கிற மாமன் மச்சின வீட்டில் போய் 10 பிடி அரிசி தூக்கிட்டு வந்து சாப்பிட்டுருவேன். என்கிட்ட காசு இல்லை, மாப்பிள்ளை ஒரு 1000 ரூபா குடியா 2000 ரூபா குடியா உடனே கொடுத்துருவாங்க. மறுவாரம் நான் கொடுத்துருவேன், 10 நாள் கழிச்சு நான் கொடுத்துருவேன். இப்படித்தேன் எங்களுக்குள்ளேயே நாங்கள் நடந்துக்கிறோம். சந்தோஷம். எனக்கு வந்து வயசு 74 ஆச்சு. இந்த 74 வயசில் நான் பட்ட சந்தோஷம் வந்து கொடைக்கானல் வந்து ரோடு வெட்டினது பெரிய ஒரு சந்தோஷம். எனக்கு மன திருப்தி. அதாவது இன்னைக்கு கொஞ்சம் வேலை இருக்குது, அது வேறு விஷயம். ஆனால் ரோடு இந்த ஊருக்கு வராதுன்னு நினச்ச ஊருக்கு ரோடு கொண்டு வந்தது பெரிய சந்தோஷம். എല്ലാം ഗ്രാമത്തിക്കേ സന്തോഷം. വെള്ളഗവിയിലോട്ട് വന്നപ്പം എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ദൃശ്യഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോകാമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര, ഞാൻ സ്ഥിരം പറയുന്ന പോലെ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റായി. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെയുള്ളവരൊക്കെ ഭയങ്കര നന്മയുള്ള മനുഷ്യരാണ്. കുറേ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്.
പൈസയുടെ കാര്യത്തിലോ അല്ലെ പൈസയ്ക്ക് വേണ്ടിയുള്ള ഓട്ടങ്ങളൊന്നുമില്ല. അപ്പം എന്താണ് ഒത്തിരി ആഗ്രഹമുണ്ട് ഇവർക്കൊരു നല്ല സ്കൂള്, അതായത് ഈ പിള്ളേർക്കൊക്കെ പഠിക്കാനായിട്ട് നല്ലൊരു സ്കൂളും പിന്നെ ഇവർക്ക് വേണ്ട ബേസിക് സൗകര്യങ്ങൾ, ആശുപത്രി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ ചെറിയ രീതിയിലും ഇവിടെ ഉണ്ടാവണമെന്ന് ഇവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കണ്ടപ്പോൾ നമുക്കും ഒത്തിരി ആഗ്രഹമുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട് വെള്ളഗവിക്കാരുടേത് മാത്രമായിരുന്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം എവിടെ നിന്നുമൊക്കെ വന്ന ഞങ്ങളുടേതും കൂടെ ആയ നിമിഷങ്ങളായിരുന്നു അത്. എഴുപത്തിനാല് വർഷത്തെ കാത്തിരിപ്പ്, അതല്ലെങ്കിൽ കുറേ തലമുറകളുടെ കാത്തിരിപ്പും സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവിലേക്കായിരിക്കാം അദ്ദേഹം നടന്നു നീങ്ങുന്നത്.